PM ശ്രീയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വിവാദമായ വിഷയം. PM ശ്രീയെ പറ്റി സംസാരിക്കാം. അതെ. ശരിക്കും ഈ PM ശ്രീ എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? PM ശ്രീ എന്താണെന്ന് അറിയോ? PM ശ്രീ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, മോദിയുടെ പടം സ്കൂളുകളിൽ ഒട്ടിക്കാൻ വേണ്ടി അവർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്. അതെ. PM ശ്രീനെ കുറിച്ച് എന്താ അറിയുന്നത്? ഇപ്പം ഞാൻ ഇപ്പം 2 ദിവസമായല്ലോ വാർത്ത വരുന്നത്. അപ്പം വാർത്തകളിൽ നിന്ന് എന്താണ് PM ശ്രീനെ കുറിച്ച് മനസ്സിലാക്കി? ശ്രീയെ പറ്റി പറയുമ്പോൾ കേരളത്തിന് 1500 കോടി രൂപ കൊടുക്കാനുണ്ട്. ആ രീതിയിലാണ് വാർത്തകളിൽ കേരളം ഇത് ഒപ്പിട്ടാൽ മാത്രമേ 1500 കോടി കിട്ടുള്ളൂ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ വാർത്ത കണ്ടതിന് ശേഷമാണ് PM ശ്രീ എന്താണെന്ന് ഭയങ്കരമായിട്ട് അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ നോക്കിയത്. അപ്പോൾ ഈ PM ശ്രീൻ്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത്, വെബ്സൈറ്റിൽ എബൌട്ട് എടുത്തിട്ട് നോക്കുമ്പം അതിൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ അതിൻ്റെ അത് പരിശോധിച്ചപ്പം ഒരു ബ്ലോക്കിൽ 2 സ്കൂളൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നാണ് അതിൻ്റെ എബൌട്ട് നോക്കുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം കേരളം ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനെ കുറിച്ച് കാലങ്ങളായി ഇപ്പം BJP ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ എതിരെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്ന പൈസ എന്തിനാണ് കളയുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വികസനം പ്രശ്നമാക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷമാണ് നോക്കിയത്. അപ്പം ഈ PM ശ്രീയിൽ നമ്മൾ ഒപ്പുവെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ തിരഞ്ഞെടുത്താൽ 2 ലക്ഷം റുപ്യാണ് 5 വർഷത്തിനടക്ക് കിട്ടുന്നതെന്നാണ് അതിൽ കാണുന്നത്. ഇപ്പം അരവിന്ദ് പറഞ്ഞതുപോലെ 1500 കോടി കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇപ്പം മാധ്യമങ്ങളിൽ വരുന്നൊരു വാർത്ത. പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1500 കോടിയും PM ശ്രീൻ്റെ പൈസയാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പൊതുവിൽ വരുന്നൊരു വാർത്ത. അപ്പം ഞാനത് നോക്കിയപ്പം ഈ പറയുന്ന പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷം നിശ്ചിത തുക വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു കണക്ക് നോക്കിയാൽ, കേരളത്തിന് കണക്ക് നോക്കിയാൽ ഏകദേശം മാക്സിമം പോയാൽ 200 കോടി വരെ എങ്ങനെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പം PM ശ്രീയിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്നു എന്നുള്ള ചോദ്യത്തിനോട് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? PM ശ്രീയിലെ ഫണ്ട് കിട്ടാത്തതല്ല പ്രശ്നം. PM ശ്രീയുടെ പേരിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെക്കുന്നതാണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ കഴുത്തിൽ കത്തി വെപ്പിച്ചിട്ട് ഇതിൽ ഒപ്പുവയ്ക്കുക എന്നുള്ള സാധനമാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ബ്രാൻഡിങ് ആണ്. ഇപ്പം മോദിയുടെ പടം വയ്ക്കണം, ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ബ്രാൻഡിങ്ങിന് കേരളം എതിരാണ്. മാത്രമല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഈ 2 സാധനങ്ങളാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്തടത്തോളം കാലം ഈ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ കണക്കാണ് ഈ 1500 കോടി രൂപ വരുന്നത്. പക്ഷേ ഇപ്പം ബാക്കി സംസ്ഥാനങ്ങളിൽ PM ശ്രീ വഴി അനുവദിച്ച ഫണ്ട് നോക്കി കഴിഞ്ഞാലും 1500 കോടി എത്താൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നും എന്തായാലും അവരൊരു 5-6 വർഷത്തിനകത്താണ് നടപ്പിലാക്കിയത്. ഈ നടപ്പിലാക്കിയ വർഷങ്ങളിൽ മുഴുവൻ എങ്ങനെ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ പോലും 1500 കോടിയൊന്നും വരാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം PM ശ്രീ ഈ വാർത്ത വന്നതിന് ശേഷമാണല്ലോ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയത് വാർത്ത വന്നതിന് ശേഷമാണ്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ശരാശരി കൂടിപ്പോയാൽ 200 കോടി രൂപ വരെയാണ് കേരളത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് PM ശ്രീ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൽ തന്നെ അവർ ഇപ്പം PM ശ്രീൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് വെക്കുന്ന സ്കൂളുകളുടെ നിലവാരം, ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ അക്കാദമിക് നിലവാരമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് PM ശ്രീ കൊണ്ടുവന്നതെന്ന് അവർ പറയുന്നു. പക്ഷെ നമ്മൾ ഈ PM ശ്രീ ഇവർ വിഭാവനം ചെയ്യുന്നതിന് എത്രയോ മുമ്പേ കേരളത്തിലെ സ്കൂളുകൾ ലോകോത്തരമായി മാറിയിട്ടുണ്ട്. അല്ല, അതിലൊരു സാധനമുണ്ട്. എനിക്കൊന്ന് PM ശ്രീ അനൗൺസ് ചെയ്ത സമയത്ത് കണ്ടൊരു ഇതാണെന്നാണ് തോന്നുന്നത്. ഇവർ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവർ കൊടുക്കുന്നതെന്നുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മുടെ സ്കൂളുകൾ ഓൾറെഡി മാറിയതാണ്. അപ്പൊ ഇതിലേക്ക് ഇനി ഫണ്ട് അനുവദിക്കുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. കാരണം ഇത്ര സെലക്ട് ചെയ്യപ്പെടാൻ അവർ പറയുന്നത് വെച്ചാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയി ഒരു ടോയ്ലറ്റ് എങ്കിലും ഉള്ള സ്കൂള്. ഇതൊക്കെയാണ് അത് ആ നിബന്ധനകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോമഡിയാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ മുമ്പേ അച്ചീവ് ചെയ്ത ഒരു സാധനമാണ്. പിന്നെ അതിൽ അവർ എക്സ്ട്രീമായി സെറ്റ് ചെയ്യുന്ന ഒരു ലെവലും ഉണ്ടാവും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആ എക്സ്ട്രീം നമ്മളിപ്പോൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, PM ശ്രീ സത്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതിൻ്റെയും PM ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ടും കൊണ്ടുവരും. ഇപ്പൊ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ബ്രാൻഡിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചെറിയ ഫണ്ടായിരിക്കും. ഇപ്പം ലൈഫ് പദ്ധതിയിൽ 72,000 രൂപ നൽകിയിട്ട് അവരെ പടം വയ്ക്കണമെന്ന് പറയുന്ന അതേ പദ്ധതിയാണ് ഇത് ചെയ്യുന്നത്, ഇതിലും കൊണ്ടുവരുന്നത്. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ 2 കോടി കൊടുക്കുന്നതിൽ തന്നെ ഈ പറയുന്ന 40% സ്റ്റേറ്റിന്റെ വിഹിതമാണ്. 60% കേന്ദ്രം കൊടുക്കുന്നത്. ജലജീവൻ മിഷൻ നടപ്പിലാക്കിയപ്പോഴും ഇതേ ഇതായിരുന്നു പദ്ധതി അവരാണ് കൊണ്ടുവരുന്നത്. പക്ഷെ
സംസ്ഥാനവും പഞ്ചായത്തുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടെ 60% തരണം, 40% 30% എന്തോണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുക, എന്നിട്ട് ഫ്ലക്സ് അടിക്കാനുള്ള പൈസ കേരളത്തിന് കൊടുത്തിട്ട് പറയാ എന്റെ ഫ്ലക്സ് വെക്കണം. കണക്ക് പറയുമ്പം ഈ പരസ്യം നടത്താനുള്ള പൈസ കേന്ദ്ര വിഹിതം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. ബിജെപിയുടെ പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ വലിയ രീതിയിൽ വിജയിക്കപ്പെടേണ്ട ഒരു കാര്യം അവരുടെ ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. ബ്രാൻഡിങ് പദ്ധതി അനൗൺസ് ചെയ്യുക, പദ്ധതി അനൗൺസ് ചെയ്തിട്ട് ആ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരും ഇവർ ഇത്ര വിഹിതം വയ്ക്കണമെന്ന് പറയുക. എന്നിട്ട് ഇതിന്റെ ഫണ്ട് ഇപ്പൊ കേരളത്തിനെ ഏറ്റവും കൂടുതൽ ഇവര് പ്രതിസന്ധിയിലാക്കുന്നതെന്ന് പറയുന്നത് പദ്ധതി നടപ്പിലാക്കും, പക്ഷെ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വേണം. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലോക്ക് ചെയ്യും. ഈ ലോക്ക് തന്നെ ഈ ഇവര് ചെയ്യുന്ന വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഇപ്പോ നമ്മുടെ NHMന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ ആയുഷ്മാൻ ഭാരതിലും ബ്രാൻഡിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് 8,000 കോടി രൂപ എന്നുള്ള രീതിക്ക് തുടങ്ങിയതാണെങ്കിൽ കൂടെ അത് പൂർത്തീകരിച്ചു വന്നപ്പോ അവസാനം 4,000 ചുരുക്കി ബാക്കിയുള്ളത് വെട്ടിക്കളഞ്ഞു, കേരളത്തിന് നഷ്ടം. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതായത് ഇവരുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഇപ്പൊ എല്ലായിടത്തും വന്നു. അപ്പൊ പുറത്ത് കാണുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഓൾറെഡി നമ്മൾ കേരളത്തിന്റെ വരുമാനം ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയ ഒരു സംവിധാനം. നമ്മൾ കേരളത്തിന്റെ സ്കൂൾ മേഖല എന്ന് പറയുന്നത് ലോകോത്തരമാണെന്ന് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയൊക്കെ വരുന്നതിന് മുമ്പേ ലോകം അംഗീകരിച്ചൊരു കാര്യമാണ്. പല ആളുകളും ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് പഠിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പിന്നെ അഞ്ചരക്കണ്ടി ഒരു സ്കൂളുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആള് വന്ന് ആ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറും സംവിധാനവും ഒക്കെ കണ്ടു പഠിച്ച പിണറായിലെ ഒരു സ്കൂളുണ്ട്. പല സ്കൂളുകളും ഞാൻ മനസ്സിലാക്കുന്നത് ലിഫ്റ്റുകൾ വരെയുള്ള സർക്കാർ സ്കൂളുകളുണ്ട്. ഒരു UP സ്കൂൾ മലപ്പുറത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഒരു AC-യും ലിഫ്റ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളുള്ളത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ സാധനം പിന്നെ കേരളത്തിൽ ഈ പറയുന്ന സ്കൂളുകളുടെ നിലവാരം മാറിയത് നമ്മൾ കിഫ്ബി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വികസനം നമ്മൾ വിഭാവനം ചെയ്തോണ്ട് ആണ് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രകടമായിട്ട് തന്നെ കാണുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സ്മാർട്ട് ക്ലാസ്സുകളുടെ ഇംപ്ലിമെന്റേഷനിലും മറ്റുമൊക്കെ നമുക്ക്, അതായത് 2016 ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാഠപുസ്തകങ്ങൾ കിട്ടാത്ത അവസ്ഥ, തിരിച്ച് ആശുപത്രികൾ, അതുപോലെ ഇതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. റോഡുകൾ, പാലങ്ങൾ. അപ്പൊ ഇത്രയും വലിയ പ്രതിസന്ധി നിന്ന സമയത്ത് വന്നിട്ട് പിണറായി വിജയൻ സർക്കാർ വന്ന സമയത്ത് ആദ്യം കൊണ്ടുവന്ന സാധനം 4 മിഷനുകൾ. ഒന്ന് ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ യജ്ഞം, ലൈഫ്, ആർദ്രം മിഷൻ. ഈ ആർദ്രം ഒന്നല്ലേ, ആർദ്രം. ഈ 4 മിഷനുകൾ വന്നതോടുകൂടി തന്നെ ഈ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ സ്റ്റാൻഡേർഡ് മാറി. അതായത് നമ്മളൊരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. എന്താ ഇത്, ഞാൻ മുമ്പ് വന്നിരുന്ന ആശുപത്രി ആണോ എന്ന് വിചാരിക്കും. ഇന്നലെ വയനാട് അമ്പലവയലിലാണെന്നാണ് ഒരു ഫാമിലി ഹെൽത്ത് സെന്ററിനകത്ത് റോബോട്ടിക്, അതായത് നടക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് അവിടെ വന്ന് ഈ സാധനം വെച്ചിട്ട് നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അത് എനിക്കോട് ഭയങ്കര ഇവിടെ നമ്മളെ ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന, പുറമേ നിന്ന് അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇല്ലാത്ത ഒരു സംവിധാനമാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പം പ്രാഥമിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സ്കൂൾ വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ മേഖലകൾ, അതുപോലെ കോളേജുകൾ, ഇതെല്ലാം ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇവർക്ക് ഇടപെടാനുള്ള സ്പേസ് ഇല്ല. ആ സ്പേസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 20% കേന്ദ്ര വിഹിതവും ബാക്കി സംസ്ഥാനം ഇടണമെന്ന് ഒരു പദ്ധതി ഉണ്ടാക്കുക. അതിൽ ക്രൈറ്റീരിയ വെക്കുന്നത് കേരളം ഓൾറെഡി മറികടന്ന ഒരു ക്രൈറ്റീരിയ വെക്കുക. അല്ല, അതാണ് ഈ PM ശ്രീന്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഇപ്പം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അതാണ്, ആ വാർത്തയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം. 1,500 കോടിയോളം PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ 1,500 കോടിയോളം കിട്ടും എന്നൊരു വാർത്ത വരുന്നു. അപ്പം ഇത്രയും കാലം BJP-ക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രൊപ്പഗണ്ടയിലേക്ക് അത് എത്തുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണും പറയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന 5 വർഷത്തിനടക്ക് കിട്ടുന്ന 2 കോടി ഉണ്ടല്ലോ, നമ്മൾ കിഫ്ബി കൊണ്ടുവന്നിട്ട് കേരളത്തിലെ സ്കൂളുകൾക്ക് നമ്മൾ കൊടുത്ത പൈസേൻ്റെ ഒരു കണക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. 500 കുട്ടികളുടെ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ കിഫ്ബി വഴി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് കൊടുത്തത്. അതിൽ തന്നെ 1000 കുട്ടികളുണ്ടെങ്കിൽ 3 കോടി രൂപ കൊടുക്കുന്നുണ്ട്. ഇനി മണ്ഡലത്തിലെ ഒരു സ്കൂളിന് MLA നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വർഷം 5 കോടി രൂപ വരെ അതിന്റെ അടിസ്ഥാന സൗകര്യം. അതാണ് അതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളുണ്ടെങ്കിൽ 5 പഞ്ചായത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്കൂൾ ഉണ്ടാവും. ഉം. 5 വർഷം കഴിഞ്ഞപ്പോൾ 5 സ്കൂളുകൾക്ക് 5 സ്കൂളുകൾക്ക് 5 5 കോടി കോടി വെച്ച് വീതം കിട്ടി. 5 കോടി വീതം കിട്ടി. ആ. മിനിമം 5 സ്കൂളുകൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 10 വർഷം ആകുമ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുക. ആ ആ. പദ്ധതി നിർത്തിയിട്ടില്ല, അത് ഇല്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഫണ്ട് ഒരു സ്കൂളിലേക്ക് വരുമ്പോഴാണ് ഇവർ ഒരു വർഷം 1 ലക്ഷം രൂപ ഒരു സ്കൂളിൽ കൊടുക്കുകയും അതിന് അല്ല, അവിടെയാണ് ഈ കമ്പാരിസൺ വരേണ്ടത്. അതായത് PM ശ്രീ എന്ന് പറയുന്ന വലിയ, ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിൽ പിണറായി വിജയന്റെ ഫോട്ടോയും ഫ്ലക്സും വെച്ചിട്ടുള്ള ബ്രാൻഡിങ് നടക്കുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്ന 2 കോടി 5 കൊല്ലം കൊണ്ട് 2 കോടി കൊടുക്കുന്നിടത്ത് പ്രധാനമന്ത്രിയുടെ വലിയ ഫോട്ടോയും സാധനങ്ങളും വെച്ച് പ്രചരണം നടത്തണം എന്ന് പറയുന്നുണ്ട്. അല്ല, അതാണ് എവിടെയെങ്കിലും കേരളം അങ്ങനെ പിണറായിന്റെ ഫോട്ടോ പറഞ്ഞ പോലെ ഫാമിലി ഹെൽത്ത് സെന്ററിനകത്ത് റോബോട്ടിക് സാധനം വെച്ചതിന്റെ സൈഡിൽ ഉം. പിണറായി പദ്ധതി എന്ന് പറഞ്ഞിട്ട് പിണറായിക്ക് വെക്കാം. ആ. കാരണം വിസിബിൾ ആയിട്ട് ആൾക്കാർക്ക് കാണാൻ അതെ, പറ്റുന്ന അതെ. സാധനമാണ്. നടന്ന് കയറുന്ന വഴിയിൽ പിണറായി ആരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞ് വെക്കാം. ആ. പക്ഷെ അത്രയും ചീപ്പായ അതെ 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 അത് പറയുന്നത്. നമ്മൾ മറ്റേ പ്രാഞ്ചിയെ കുറിച്ച് പറയില്ലേ, ഉം. ഏതാ മറ്റേ നമ്മളെ പ്രാഞ്ചിയേട്ടന്റെ അതെ, സൈഡിലെ അതെ. പ്രാഞ്ചിയെ കുറിച്ച് പറയുന്നത് പോലെ ഒരു ഭയങ്കര എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ഇത് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞ മറ്റൊരു സിനിമയിലില്ലേ എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അതാ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം പൈസ മുടക്കി വീട് വെക്കുന്നു. വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ അയൽക്കാരൻ വന്നിട്ട് നിങ്ങൾക്ക് നെയിം ബോർഡ് ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ അയാളുടെ പേര് അയാളുടെ പടവും വെച്ചിട്ട് നെയിം ബോർഡ് കൊണ്ടുവച്ച എന്തിരിക്കും. ഇതാണ് നെയിം ബോർഡിന്റെ പൈസയാണ് ഇവർ കൊടുക്കുന്നത്. അത് മാത്രമാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുഴുവൻ ബ്രാൻഡ് ഞാൻ നെയിം ബോർഡ് കൊടുത്തു, ഞാനാണ് ഇത് കൊടുത്തത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ PM ശ്രീ പദ്ധതിയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ തുച്ഛമായ തുകയാണ് കൊടുക്കുന്നത്. അതിനവർ നടപ്പിലാക്കാൻ പറയുന്ന സാധനം, അതായത് കേരളം ഒരിക്കലും അംഗീകരിക്കാത്ത പിന്നെ NEP നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. NEP നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ NEP എന്ന് പറയുന്നത് RSSന്റെ ആലയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയാണ്. അതായത് RSS എങ്ങനെയാണോ ഒരു പ്രദേശത്തിലേക്ക് കടന്നു വരുന്നത്, അതിന് വിദ്യാഭ്യാസ മേഖലയിൽ കൂടെ വേണം അവർക്ക് ഏറ്റവും ഗ്രൗണ്ടിൽ. ഈ ഒരു സൈഡ് നോക്കുമ്പം സംഘടനാപരമായി അവർ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എഫക്റ്റീവായ ഒരു സാധനമാണ്. പക്ഷെ കേരളം ഇത്രയും കാലം അതിനെ ഫലവത്തായിട്ട് ചെറുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം ഈ PM ശ്രീയിൽ ഒപ്പിടാൻ വേണ്ടി പോകുമ്പം കേരളം പിന്നെ BJPയുമായി CPM ഡീലുണ്ടാക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ഉണ്ട്. എന്നാൽ ഇതിനൊക്കെ എത്രയോ മുമ്പേ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും, കർണാടക, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാനില് അശോക് ഗെഹ്ലോട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഒപ്പിട്ടു. അതായത് എല്ലാരും കൊല്ലാകൊല്ലം പൈസ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് കമ്മ്യൂണിസ്റ്റ് BJP ഡീലെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി, അതായത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞ മല്ലികാർജുൻ ഖാർഗെയും കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ അയാൾക്കൊരു ഉളുപ്പ് തോന്നണം. അതെ അതെ, അയാളെ ഈ പറയുന്ന ഫണ്ടിങ്, ഈ പറയുന്ന അവരുടെ അല്ല, ഇയാൾ ഒരു കാലത്ത് ദേശീയ നേതാവായിരുന്നല്ലോ. ദേശീയ നേതാവായിരുന്നു. ഞാൻ പറയണത് അയാൾക്കൊരു ഉളുപ്പ് തോന്നണം. അതായത് അയാള് കോൺഗ്രസ് മാത്രമായി ഭരിക്കുന്ന സ്ഥലങ്ങളാണ്, മുന്നണിയല്ല, കോൺഗ്രസ് മാത്രമായി ഭരിക്കുന്ന തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ. ഇവിടെ ഇയാള് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP ആയിരുന്നു. ഇയാള് എന്തുകൊണ്ട് എതിർത്തില്ല? PM ശ്രീയിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന് അശോക് ഗെഹ്ലോട്ടിനെ പറയാൻ പറ്റുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവരിത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതായത് ഇവിടെ വന്നിട്ടൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് മനോരമയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കാരണം ബംഗാൾ NEPയിൽ ഒപ്പിട്ടില്ല, PM ശ്രീയിൽ ഒപ്പിട്ടില്ല. ഒപ്പിടാത്തത് കൊണ്ട് 50,000-ഓളം 5,000 എത്രയോ സർവശിക്ഷ അഭിയാനിൽ വരുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. എന്നിട്ട് പോലും അവർ ഒപ്പിട്ടില്ല എന്ന് പറയുന്നു. ഈ ശമ്പളം കൊടുക്കാത്ത സാധനം ഇവിടെ ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. SSAയുടെ ഫണ്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിനകത്ത് 6,000-ഓളം അധ്യാപകർ SSAയുടെ കീഴിലുണ്ട്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈ ഫണ്ട് തടഞ്ഞു വെക്കുന്ന സമയത്ത് ഇവരുടെ ഇത് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണിത്. അല്ല, അതില് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ SSAയുടെ ഫണ്ട് കിട്ടാതായിട്ട് കുറച്ചായി. പക്ഷേ ഇത്രയും കാലം SSAയിലെ അധ്യാപകർക്ക് ശമ്പളം മുടങ്ങിയിട്ടില്ല. കേരളം പല സ്ഥലത്തുനിന്നായിട്ട് അത് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. 2023, 24 കാലഘട്ടവും 24-25 കാലഘട്ടത്തിലും SSAയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ പറയുന്ന കണക്കിനാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് ഏകദേശം 5,000 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് ഈ ഇനത്തിൽ നഷ്ടം വരുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം ഇതാണ്. ഇവർക്ക് കേരളത്തിനെ തോപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു ഫണ്ട് തന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കില്ല. അതിലാണ് ഇപ്പൊ ബാക്കി സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ബംഗാളിൽ SSAയുടെ കീഴിലുള്ള അധ്യാപകർ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യണം. അപ്പം അതൊരു പ്രശ്നമല്ല.
അതൊരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റ് ഡീലാണെന്ന് പറയുന്ന കെ സി വേണുഗോപാൽ പറയണം, സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് ഇന്ന ആളുകൾക്കുള്ളതാണ്, അത് കേരളത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറയണം. കേരളത്തിന് ഒഴിച്ച് ഏത് സംസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തില്ലെങ്കിലും കെ സി വേണുഗോപാൽ പറയും അത് കൊടുക്കണം, അത് തെറ്റാണെന്ന്. കേന്ദ്ര സർക്കാർ കാണിക്കുന്ന മോശം സാധനമാണെന്ന് പറയും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ മാധ്യമങ്ങൾ പറയാതെ വെക്കുന്ന ഒരു സാധനമാണത്. ശരി, നമ്മളിപ്പം PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കുന്നില്ല. PM ശ്രീയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തന്നെ കേരളത്തിന് PM ശ്രീയിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറയും എന്നുള്ളത് കേരളത്തിനും അണ്ടർസ്റ്റുഡാണ്. പക്ഷേ കേരളത്തിൻ്റെ ഇച്ഛാശക്തിയും സാമ്പത്തിക നിലയും വെച്ച് ഈ പറയുന്ന 200 കോടിയാണെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി കേരളം എങ്ങനെയെങ്കിലും ഉണ്ടാക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. അത് നമ്മൾ ഈ പറഞ്ഞ 9 വർഷങ്ങളായി കേരളം കാണിച്ചു കൊടുക്കുകയാണ്. PM ശ്രീ വന്നതിന് ശേഷം PM ശ്രീ മുന്നോട്ട് വെക്കുന്ന അച്ചീവ്മെൻ്റ് ഏതാണോ അതൊക്കെ കേരളം എത്രയോ കാലം മുമ്പേ അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ കിഫ്ബിയിലെ കൂടി PM ശ്രീക്ക് ഒരു ബദൽ, PM ശ്രീ വഴി അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് ഒരു എക്സ്ട്രീം ബദൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അവർ സെറ്റ് ചെയ്യുന്ന എക്സ്ട്രീമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്തു, ഏകദേശം 9 വർഷം എത്തി. അപ്പോൾ ഈ PM ശ്രീൻ്റെ ഫണ്ട് കൊടുക്കാതിരുന്നാൽ മാത്രം കേരളം കീഴ്പ്പെടൂല എന്ന ബോധ്യത്തിൽ അവർ ചെയ്യുന്നത് എന്താ, വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെയും ഫണ്ട് പിടിച്ചു വെക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ SSA ഉൾപ്പെടെ പിടിച്ചു വെക്കുന്നത്. ഈ കിഫ്ബിക്ക് ഇടപെടുന്നതിൻ്റെ അകത്ത് പരിധിയുണ്ട്. കാരണം കിഫ്ബി സേവന മേഖലയിലേക്ക് കിഫ്ബി ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കടബാധ്യതയിലേക്ക് അല്ല ഞാൻ പറഞ്ഞത് കൊടുക്കുന്നത് കേരളത്തിന്റെ കടപരിധി കൂട്ടിയത് സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഇതിനെ കടപരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന്, അതായത് തിരിച്ചു കിട്ടാത്ത സാധനമാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പം ഇത് ഉപയോഗിച്ച് ഇപ്പൊ കിഫ്ബിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി കൂടെ നമ്മൾ ഇവർക്ക് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് കടബാധ്യതയിലേക്ക് കയറ്റും. അല്ല ഞാൻ പറയുന്നത് വീണ്ടും കൂടും. ഞാൻ പറയുന്നത് ഇവര് ഈ PM ശ്രീ പറയുമ്പോൾ ഇവര് മീഡിയാസ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പറയാത്തൊരു കാര്യമാണ് ഈ വിഷയം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് PM ശ്രീ പദ്ധതി പ്രകാരം നമുക്ക് നഷ്ടമാകുന്നത് 150-200 കോടി രൂപ ആണ്. പിന്നെ എങ്ങനെയാണ് കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന 1400-1500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ബാധ്യതയാവുന്നത്? അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ PM ശ്രീനെ മാത്രമല്ല ഒരു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുന്ന ഒന്നിൻ്റെയും ഫണ്ട് തരൂല എന്ന് കേന്ദ്രം തീരുമാനിക്കുമ്പം അത് എവിടത്തെ ന്യായമാണ് എന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു സംവിധാനം, അങ്ങനെ ഒരു ബോധം പൊതുജനങ്ങളുടെ ഇടയിൽ ഇല്ല. അത് ചോദിക്കേണ്ട. പിന്നെ ഇവർ പറയുന്ന ഒരു സാധനം അത് കോടതിയിൽ പോയി ചോദിച്ചൂടെ എന്നുള്ളതാണ്. ഓൾറെഡി ഈ വിഷയങ്ങൾ ഇപ്പം കേരളവും കേന്ദ്രവും തമ്മിൽ കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്ന അത്ര വിഷയങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഓരോ വിഷയത്തിനും പിന്നെ കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിക്കൊണ്ടുവന്ന് കേരളത്തിൽ ഭരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രായോഗികതയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ സേവനം ജനങ്ങൾക്ക് കിട്ടാൻ വൈകും. ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരുമായി നിയമയുദ്ധം നടത്തുന്നത് കേരളവും തമിഴ്നാടുമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന അങ്ങനെ ഒരു കേസിന് പോകുന്നില്ല? ഇല്ല, ഞാൻ പറയുന്നത് അവര് PM ശ്രീ നടപ്പിലാക്കി പൈസ വാങ്ങുന്നുണ്ട്. അപ്പൊ അവര് അതായത് അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ പറയണം എപ്പോഴാണ് ഈ BJPയും തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയത്. ഇന്ന് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇരട്ടത്താപ്പാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേക ഇതിന്റെ ഇടയിലുണ്ടായ കുറച്ച് ആശയപരമായ ഐഡിയോളജിക്കൽ കാര്യങ്ങളാണ്. മോദിയെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുന്ന ഒരാളാണ് തെലങ്കാന മുഖ്യമന്ത്രി. അയാൾ പഴയ ABVP കാരനാണെന്ന് സമ്മതിക്കുന്ന ആളാണ്. DK ശിവകുമാർ RSSന്റെ ഗണഗീതം വിവിധ ഘട്ടങ്ങളിലായി പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ ഹിമാചലിലും സമാനമായ സാഹചര്യങ്ങൾ പറയപ്പെടുന്ന ഇത് മൂന്നുമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ഇവർക്കെല്ലാം ഫണ്ട് കിട്ടുന്നുണ്ട്, ഫണ്ട് തടഞ്ഞു വെക്കാൻ. ഇതെല്ലാം ഫണ്ട് വാങ്ങി കീശയിൽ വെച്ചിട്ടാണ് KC വേണുഗോപാൽ ഇവിടെ വന്നു. KC വേണുഗോപാൽ തമിഴ്നാട് സ്റ്റാലിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കേരളത്തിനും തമിഴ്നാടിന്റെയും മാത്രമാണ് തടഞ്ഞു വെക്കപ്പെടുന്നത്. മുമ്പ് ആം ആദ്മി ഉണ്ടായിരുന്ന സമയത്ത് ഡൽഹിയിലെ, ഇപ്പൊ പഞ്ചാബിനും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നില്ല. അപ്പം ഇവരെന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായി ഒരു പ്രശ്നമില്ല എന്നുള്ളത് അല്ല, അതാ ഞാൻ പറഞ്ഞേ. BJPയോടുള്ള എതിർപ്പൊക്കെ കേരളത്തിൽ വരുമ്പോൾ മാത്രം മതി എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക്. കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ MP സ്ഥാനം KC വേണുഗോപാൽ രാജിവെച്ച സമയത്ത് അവിടെ ജയിച്ചതാരാണ്? BJP ആണ്. അയാൾ കേന്ദ്രമന്ത്രിയാണ്. അല്ല, അതായത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നതിൽ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് എന്തായാലും ജയിക്കുകയാണെങ്കിൽ BJPക്ക് എതിരായ ഒരു MP മാത്രമേ ഇവിടെ നിന്ന് വരുള്ളൂ. അതുകൊണ്ട് KC വേണുഗോപാൽ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അത് ഡീലാണോ എന്ന് പൊതുജനങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും? KC വേണുഗോപാലിന്റെ കാര്യത്തിൽ അത് മുന്നേ ഉണ്ട്. അത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കോൺഗ്രസിന്റെ കോട്ടയായിട്ടുള്ള ഒരു സീറ്റിൽ വന്നിട്ട് അവിടുത്തെ സീറ്റ് വെച്ച് തുളച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. BJPക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതെ. അല്ല, ഇതില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയോ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവാവുകയോ എന്തുകൊണ്ടോ ചെയ്തു, അത് ഇവിടെ ആരും ബാധിക്കുന്ന പ്രശ്നമല്ല. അത് അവർ കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ് ആരാണ് അവരുടെ നേതാവാകുക എന്നുള്ളത്. പക്ഷേ കേരളം നേരിടുന്ന പ്രതിസന്ധികളെ, സാമ്പത്തികമായി കേരളത്തിനെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഒരു സ്ഥലത്തെ കിണറ്റിൽ വെള്ളമില്ല, അവിടത്തേക്ക് വെള്ളം വരുന്ന തോടുകളെല്ലാം അടവച്ചടയ്ക്കുകയും 4 സൈഡും കുഴൽക്കിണർ ഉണ്ടാക്കി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് മഴവെള്ള സംഭരണി പല സാധനങ്ങളിലൂടെ ഒരാൾ വെള്ളം കണ്ടെത്തുന്ന പോലെയാണ് കേരളം കേരളം സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള പ്രശ്നത്തിലേ അല്ല നിലവിൽ. പക്ഷേ കേരളത്തിന് ആവശ്യമായി ഈ ഫണ്ടൊന്നും ഇവർ പറയും പോലെ മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടല്ല. നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ നമ്മൾ കൊടുക്കുന്ന, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്ക് വായിച്ചു, 98,000 കോടിയാണ് കേരളത്തിന് ടാക്സ് ഇനത്തിൽ കേന്ദ്രം പിരിച്ചുകൊണ്ടുവന്നത്. 22,000-23,000 കോടി മാത്രമാണ് കേരളത്തിൽ ബജറ്റ് വീതം ഉൾപ്പെടെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ 22-23 കോടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 1% പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 10 കോടിയുടെ 10,000 കോടിയുടെ അടുത്ത് നഷ്ടമാണ് വരുന്നത്. ഇതിന്റെ സംഭവം എന്താണെന്ന് മനസ്സിലായി. 98,000 കോടി കൊടുത്തിട്ട് ഈ എയിംസ് നമുക്ക് ദാനം തരണ പോലെ ഒരുത്തൻ കലിങ്കിൽ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേന്ദ്രമന്ത്രി അവിടെ തരാം ഇവിടെ തരാന്ന് പറഞ്ഞ തരുന്നില്ലല്ലോ. നിങ്ങൾ തരുന്നുണ്ടെങ്കിലല്ലേ ഈ പറയണേല് കാര്യമുള്ളൂ. വാലപടി നിർത്തി. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പം അതില് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം 0.88% കേന്ദ്ര വീതം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഈ വർഷം അത് 1% അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന 1%-1%വും അതിൽ താഴെയൊക്കെയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും വെച്ച് കേരളത്തിന് കേന്ദ്രം തരുന്ന ഈ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്ന് തരുന്ന വിഹിതം. ആ തുച്ഛമായ സാധനം മാറ്റിവെച്ചാൽ തന്നെ കേരളം കണ്ടെത്തിയ പൈസ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നമ്മൾ തനതായിട്ടുള്ള ഫണ്ട് കണ്ടെത്തി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഇത് എന്ത് പദ്ധതി കൊണ്ടുവന്നല്ല നടപ്പിലാക്കുന്നതിൽ ഒരു ഭാവന ഉണ്ടാവണം എന്നുള്ളതാണ്. ഭവന പദ്ധതിക്കായി 2 ലക്ഷം രൂപ ബീഹാറിൽ കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട അതിന്റെ വീഡിയോ ഇപ്പം 2 ലക്ഷം രൂപയിൽ 50,000 രൂപ കമ്മീഷൻ, പിന്നെ 4 ചുവര് കെട്ടിയ ഒരു സാധനം. ഇതാണ് വീട്. അതുപോലെയല്ല കേരളം. നമ്മൾ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, അത് എങ്ങനെ ഭാവനാപൂർണമായി ഇവർ നടപ്പിലാക്കുന്ന നല്ല പദ്ധതിയിലേക്ക് ഉൾച്ചേർത്ത് പുതിയ പദ്ധതിയാക്കി മാറ്റി. പിന്നെ അതിൽ നമ്മൾ എതിർപ്പ് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെയും ബാധ്യതയാണ്. അപ്പോൾ ഇത് ചില വിഷയങ്ങളിൽ, ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളിൽ ഇത് മറ്റൊരാളുടെ സംഭാവനയാണെന്നോ ദാനമാണെന്നോ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വീടാണെങ്കിലും പാർപ്പിടവും ഭക്ഷണവും ഒക്കെ പൗരന്റെ മൗലികാവകാശമാണ്. അത് ഞാൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞും പ്രചരിപ്പിച്ചും നടക്കേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ തന്നെ. ഒരു സാമാന്യ യുക്തിയുള്ള മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ഇവിടെ ഒരു വീട് പണി 72,000 രൂപയാണ് ലൈഫ് ഇനത്തില് സർക്കാർ കൊടുക്കുന്നത്. ഈ പൈസക്ക് ഇവിടെ ഒരു, അതാ ഞാൻ പറയുന്നത്, ആ 72,000 രൂപ കൊടുത്തിട്ട് പറയാണ് ആ വീടിന്റെ പൂർണ്ണമായ സ്ട്രക്ചറിനകത്ത് മോദിന്റെ വീടാണ് എന്ന് വെക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒക്കെ ഞെരിക്കുന്ന സമയത്തും കേരളം ഇത്രയും കാലം പിടിച്ചു നിന്നു. അതായത് ഈ പറയുന്ന ആ പൈസ മാത്രം പിടിച്ചു വെച്ചപ്പോൾ കേരളം, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഈ PM ശ്രീയിൽ കേരളം PM ശ്രീയിലെ ഫണ്ട് മാത്രം തരുന്നില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചാലും കേരളത്തിന് ഒരു പ്രയാസം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ എല്ലാ പൈസയും കൂടി പിടിച്ചു വെക്കുമ്പോഴും കേരളത്തിന് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം 1,500 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിട്ടുകളയാൻ പറ്റുന്നൊരു പൈസയല്ല. കാരണം ഈ പറയുന്ന പോലെ 5,000-ഓളം 6,000-ഓളം വരുന്ന അധ്യാപകരുടെ ശമ്പളം, അവരുടെ ആ കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, ഈവൻ കോൺഗ്രസ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലേ അവർക്കൊരു തിരിച്ചുവരവിന് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള സെൻസിലാണ് അത് വാങ്ങാൻ പാടില്ല. അതാണ് അവർ കാണുന്നത്. കോൺഗ്രസും BJPയും കാണുന്നത് അതാ. എങ്ങനെയെങ്കിലും ഏത് ഭാഗത്തു നിന്നൊക്കെ പിടിച്ചു വെച്ചാലാണ് കേരളം കീഴ്പ്പെട്ട് കേന്ദ്രത്തിനടുത്തേക്ക് വരിക എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു സാധനം. നമ്മുടെ ഒരു ഫൈറ്റിന്റെ ഒരു ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്ര എല്ലാം ചെയ്ത സമയത്തും കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്കൂൾ എന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലെ ബാക്കി ഏതൊരു സംസ്ഥാനം എടുത്താലും അവിടുത്തെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലായത്. ഇതൊക്കെ നടന്നത് എപ്പോഴാണ്? ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ആരെയാണ് ഇവർ? അല്ല, ഞാൻ പറയുന്നത് അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ഒരു മാറ്റം. ആ മാറ്റം കാണണമെങ്കിൽ ഇപ്പോഴാണ്, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു തോന്നുന്നു, കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. ഈ പല ചാനലുകളും ഇപ്പം ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം
അവിടുത്തെ ഒരു സാഹചര്യത്തിനെ ഒന്ന് കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പം കേരളത്തിനെ പോലെ ചെറിയ ഒരു സംസ്ഥാനം, പിന്നെ തനത് വരുമാനം താരതമ്യേന കുറഞ്ഞൊരു സംസ്ഥാനം. ഇപ്പം ഈ പറയുന്ന തെലങ്കാനയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം തെലങ്കാനയിൽ ഉണ്ടാകുന്ന എത്രയാണ് തെലങ്കാനയിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആ സംസ്ഥാനത്തിൽ വരുന്ന വരുമാനം നമുക്കറിയാം. തെലങ്കാനയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളം തനത് വരുമാനത്തിൽ വളരെ കുറവ് നിൽക്കുന്ന ഒരു സംസ്ഥാനം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉള്ള പൈസ ഭാവനാപൂർണമായി ഉപയോഗിച്ചിട്ട് കേരളം എങ്ങനെ വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കേന്ദ്രത്തിനടുത്ത് ഇത്രയും പറയുന്ന ഈ പിന്നെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടും കേരളത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന, അതായത് ഇവിടുത്തെ ടാക്സ് നേരത്തെ ഉള്ള ടാക്സ് രീതിയാണെങ്കിൽ ആ രീതിയിൽ ടാക്സ് സ്വരൂപിക്കാൻ കേരളത്തിനെ സംബന്ധിച്ചാൽ തന്നെ ഇപ്പോൾ കേന്ദ്രം തരുന്നതിൻ്റെ ഇരട്ടി നമുക്ക് നമ്മുടെ വരുമാനമായിട്ട് കിട്ടും. ഇത് കേന്ദ്രത്തിന് തരേണ്ടതല്ല, ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോകുന്നത് നേരത്തെയുള്ള രീതിയിൽ ടാക്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് വരേണ്ടുന്ന വരുമാനമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കേരളം ഇന്ന് കാണുന്നതിലും എത്രയോ മുന്നേ ഓൾറെഡി നമ്മൾ ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനേക്കാളും അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹ്യ ക്ഷേമത്തിലും ഒക്കെ മുമ്പിലാണ്. ആ രീതിയും ഇപ്പം ഈ പറയുന്ന രീതിയിലും കൂടെ സാമ്പത്തികമായി കൂടെ ഞെരുക്കാത്ത ഒരവസ്ഥ ഉണ്ടായെങ്കിൽ കേരളം എത്രയോ മുന്നിലെത്തിയാനെ. അപ്പോൾ അതിനവർക്ക് പിടിക്കാൻ ഒരു സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് വിഹിതം കൊടുക്കുന്നത് ബീഹാറിലെ UP-യിലാണ്. അവിടുത്തെ അവസ്ഥയും നമ്മളെ അവസ്ഥയും കൂടെ നോക്കണം. അന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റോഡിന്റെ ശൗചാലയം ഇല്ല, റോഡിന്റെ അടുത്ത് ഒരു സ്ത്രീ നടന്ന് കാണിച്ചു കൊടുക്കാണ് ഞങ്ങൾ ഇന്ന അല്ല ഞാൻ പറഞ്ഞ ഇതൊക്കെ കേരളത്തിന്റെ 10 വർഷത്തിനിടയിൽ കേരളത്തിന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അതെ, ഈ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഒറ്റയടിക്ക് പറയുന്നത് PM ശ്രീധ പിന്നെ കേന്ദ്രവും അല്ല കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടാക്കി പിന്നെ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ വേണ്ടി പോകുന്നു, പൈസ വാങ്ങാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഇപ്പോൾ PM ശ്രീയെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത്രയും കാലം PM ശ്രീ വഴി PM ശ്രീ കാരണം PM ശ്രീയിലെ ഫണ്ട് തടഞ്ഞു വെച്ചത് ഓക്കെ, PM ശ്രീ കേരളം അംഗീകരിക്കാത്തതുകൊണ്ട് PM ശ്രീയിലെ ഫണ്ട് തരുന്നില്ല. പക്ഷേ PM ശ്രീയുടെ പേര് പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന 1500 കോടിയോളം വരുന്ന തുകയെക്കുറിച്ച് എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് സംസാരിക്കുന്നില്ല? സംസ്ഥാനത്തിൻ്റെ താല്പര്യമാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശമെങ്കിൽ അതിനെക്കുറിച്ച് കോൺഗ്രസ് സംസാരിക്കേണ്ടതല്ലേ? എന്താണ് BJP-ക്കെതിരെ പറയാൻ കോൺഗ്രസിന് അങ്ങനെ ഒരു മടി എന്തിനാ? എന്ത് പറയുമ്പോഴും CPM-നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക എന്നുള്ള ഒരു സെൻസ് മാത്രം എടുക്കുന്നത് കൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഗുണപരമായ ഒരു പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് ഇതുവരെയും മാറിയില്ല. നന്നായി എന്നൊരു നാടകമുണ്ട്. അതേപോലെ BJP ഇതൊക്കെ തടഞ്ഞു വെക്കുന്ന നന്നായി കോൺഗ്രസ് ആണ് കേരളത്തിലുള്ളത്. ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം സത്യത്തിൽ നമുക്ക് ഈ നാടിനെ ഇല്ല എന്നുള്ളത്. അല്ല, കോൺഗ്രസിന്റെ ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല, ക്രിയാത്മകമായ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പം കേരളം നേരത്തെ എതിർത്ത ഈ പിന്നെ NEP-യെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം. പക്ഷേ കേരളം അപ്പോഴും കേരളമാണെങ്കിലും ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF ആണെങ്കിലും ആ LDF-നെ നയിക്കുന്ന മുന്നണിയാണെങ്കിലും NEP അംഗീകരിക്കുന്ന ഇതുവരെയും പറഞ്ഞതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു വിശകലനമല്ലാതെ NEP അംഗീകരിക്കുന്നു കേട്ടില്ല. ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട പുതിയ പ്രതികരണത്തിൽ പോലും പറയുന്നത് കേരളത്തിന് അർഹമായ തുക വാങ്ങിയെടുക്കുന്നതിന് ഒന്നിച്ച് ഈ NEP-യെ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് പിന്നെ ഈ പുതിയ പ്രതികരണങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരുന്നത് ബദലുണ്ട് എന്നുള്ളത്, കേരളത്തിന് അങ്ങനെ ഒരു ബദലുണ്ട് എന്നുള്ളത് നമുക്ക് ഉദാഹരണമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കിട്ടുന്ന തുച്ഛമായ തുകയാണെങ്കിലും കേരളം അത് വാങ്ങിയെടുക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അവർ വെക്കുന്ന ഒരു നിബന്ധനയാണ് ഈ പറയുന്ന വീടുകൾക്ക് മുന്നിൽ ബ്രാൻഡിങ് നടത്തണം. എന്നാൽ കേരളത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ 9 വർഷക്കാലത്തിനടുക്ക് നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ള 4.5 ലക്ഷത്തിലധികം വരുന്ന വീടുകളിൽ ഒന്നിൽ പോലും ഈ പറയുന്ന ബ്രാൻഡിങ് ഇല്ല. പക്ഷേ അതിൽ തുച്ഛമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം എന്ന് പറയുന്ന തുച്ഛമായ വിഹിതം നമ്മൾ വാങ്ങിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പദ്ധതിയാണ്. അതിൽ കിട്ടുന്ന എന്ത് ചെറിയ സാധനവും നമ്മൾ വാങ്ങണം. ഞാൻ പറയുന്നത് അതൊന്നും ആരും ഔദാര്യമല്ല, നമുക്ക് കിട്ടേണ്ടതാണ്. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിന്റെ അർഹതയും അവകാശമാണ് ഈ പറയുന്ന സാധനമൊക്കെ. അപ്പൊ അത് വാങ്ങിയെടുക്കുമ്പം അതൊരു പിന്നെ നമ്മൾ അവിടെ പോയി കൈ നീട്ടുന്നു എന്നൊക്കെ പറയുന്ന ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത്. കോൺഗ്രസ് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ. ഇന്ത്യ ഒരു സ്റ്റേറ്റുകളുടെ യൂണിയൻ ആണെന്നും നമ്മൾ ഇവിടെ പോരാടുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരെയാണെന്നുള്ള കാര്യം അവർക്ക് ഓർമ്മ പോലും ഇല്ല. ഇത് BJP ചെയ്യുന്ന ഈ പിടിച്ചുവയ്ക്കൽ സാധനം BJP-യുടെ ഐഡിയ അല്ല, അത് കോൺഗ്രസ് നടപ്പിലാക്കിയ സാധനമാണ്. 2006 2011 VS
ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതാണ് VS ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ട് ഫണ്ട് ഇത് കിട്ടാൻ വേണ്ടി. നമ്മുടെ ആ കാലയളവിൽ മുടക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയൊക്കെ അല്ല, ഇനിയിപ്പോ ഈ PM ശ്രീ സംസാരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഈ വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസത്തിനെ കേന്ദ്രത്തിലേക്ക് ആക്കിയതാരാണ്? അത് UPA ഭരിക്കുന്ന സമയത്താണ് അത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ കാണിക്കാൻ വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് UPയും കോൺഗ്രസ് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം അല്ല. ഞാൻ അതാ പറയുന്നത്, കേരളത്തിൽ ഈ പറയുന്ന PM ശ്രീക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനും ഭരിക്കാനും കഴിയുന്നിടത്ത് ഈ പറയുന്ന പൈസയൊക്കെ വാങ്ങി വെക്കണം. ഇപ്പൊ പറയുന്ന വെച്ചാൽ CPM BJP ഡീലാണ്, നിങ്ങൾ നമുക്കൊരു അവസരം എന്താ, ഞങ്ങൾ BJPനെ എതിർത്ത് കാണിച്ചു തരാം. അപ്പം ഇപ്പം ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ BJPനെ എതിർക്കുന്ന ഒരു നില അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ മൈക്കിന്റെ മുമ്പിൽ പറയുന്നതൊക്കെ മൈക്ക് ഓഫാക്കി കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് PM ശ്രീ വഴി കേരളത്തിൽ കിട്ടാനുള്ള വിഹിതം അത് വാങ്ങിയെടുക്കുന്നതിനൊപ്പം ഞാൻ പറയുന്നത് സാധാരണക്കാർ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ഇതാണ്, PM ശ്രീ ഒപ്പുവെക്കാത്തത് കൊണ്ട് പൈസ തരാത്തത് അത് അവർക്ക് അതിൽ പറയാൻ ന്യായമുണ്ട്. പക്ഷെ PM ശ്രീയുടെ പേരിൽ മറ്റ് കേന്ദ്ര പദ്ധതികളുടെ തുക എന്തിന് തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ജനങ്ങളും കൂടെ ചോദിച്ചു തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അത് അവബോധം സൃഷ്ടിക്കാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയൊരു പോരായ്മയുണ്ട്. കാരണം മാധ്യമങ്ങൾ ഈ വാർത്ത വന്ന ദിവസം മുതൽ 1500 കോടി കിട്ടാൻ വേണ്ടി PM ശ്രീയിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടിയാൽ നിലപാട് മാറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഇങ്ങനെ ആയിരിക്കെ അത് കാണിക്കാൻ ഇവർ ഒരു ശ്രമം പോലും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ശ്രമിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞതാ, മനോരമയെ പോലെ പ്രധാനപ്പെട്ട മാധ്യമം എഴുതിയതാ, ബംഗാളിൽ ഇത്രയും പേര് ജോലിയില്ല, ശമ്പളം പോലും കൊടുക്കുന്നില്ല, എന്നിട്ട് അവരത് ഒപ്പിട്ടില്ലല്ലോ. അതായത് സർവശിക്ഷ അഭിയാന്റെ കീഴിലാണ് ഈ സാധനം വരുന്നതെന്ന് അവർക്കാണ് ശമ്പളം കൊടുക്കണമെന്ന് ഇവർക്ക് അറിഞ്ഞൂടാത്തതല്ല. ഇവരെ പ്രശ്നം അതാണ്, ബംഗാളിൽ ഇങ്ങനെ ശമ്പളം കൊടുക്കാതെ വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് ഇവിടെയും ഫണ്ട് കിട്ടുന്നില്ല. അല്ല, ഞാൻ അതാ പറഞ്ഞു, ഇപ്പൊ PM ശ്രീന്റെ വാർത്ത വന്നതിന് ശേഷം ഇപ്പൊ നമ്മളൊരു സാധാരണക്കാരനോട് പോയിട്ട് PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കുന്നു എന്ന് പറയുമ്പം PM ശ്രീയിൽ ഒരു കേരളത്തിന് കിട്ടുന്ന വിഹിതം എത്രയാന്ന് ചോദിച്ചാൽ അവർ പറയും 1500 കോടി റുപ്യ PM ശ്രീയിൽ കിട്ടും ഒരു സംസ്ഥാനം. അപ്പൊ അവർ കണക്കാക്കുന്ന വെച്ചാൽ ഒരു സംസ്ഥാനത്തിന് 1500 കോടി തരുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അപ്പം 1500 കോടി ഒരു സംസ്ഥാനത്തിന് തരുമ്പം ഇന്ത്യയിൽ മൊത്തം ആ പദ്ധതിക്ക് വേണ്ടി എത്ര മാറ്റി വെക്കണം? എനിക്ക് തോന്നുന്നു 5 വർഷത്തേക്കും കൂടി ആകെ 18,000 കോടി അങ്ങനാണ് ഇന്ത്യയിൽ, അതായത് യൂണിയൻ സർക്കാർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. അതിനകത്ത് നിന്ന് 5000 കോടി കേരളത്തിന് തരും. അല്ല, ഈ പറയുന്ന 1400 കോടി കേരളത്തിന് എന്ന് പറയുന്നതിന്റെ യുക്തി എനക്ക് അതിന്റെ യുക്തി മനസ്സിലായി. അപ്പം മാധ്യമങ്ങൾ ഫണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ അതിപ്പോ കിട്ടിയത് അങ്ങനെയാണ്. ഈ 18,000 കോടി രൂപ മൊത്തത്തിൽ PM ശ്രീ ഫണ്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. അതില് 10-1 നമുക്ക് തരുമെന്നാണോ ഇവര് പറയുന്നത്? വലിയ പട്ടത്തിലാണോ? ആ സാധനം ഒന്ന് തിരുത്തി പറയാൻ മീഡിയാസ് തയ്യാറാവണമെന്നുള്ളതാണ്. ഈ പറയുന്ന 1500 കോടിയും PM ശ്രീന്റെ ഫണ്ടാണ് എന്നുള്ളത് പറയുമ്പം അതിൻ്റെ പുറകിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാധനമുണ്ട്. ഈ പറയുന്ന PM ശ്രീയുടെ പേര് പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന മറ്റു പദ്ധതികൾ, അത് ന്യായമല്ല എന്ന് ജനങ്ങൾക്ക് ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. ആ കാര്യങ്ങൾ പഠിച്ചാലേ എത്രത്തോളം ടാർഗറ്റഡ് ആയിട്ടാണ് പിന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഈ നിലപാട് തിരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മാധ്യമങ്ങൾ തിരുത്തണം. മാധ്യമങ്ങൾ അത് സത്യം പറയണം. മാധ്യമങ്ങൾ സത്യം പറയണം. കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് പറയും, അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് തന്നെ. പക്ഷെ മാധ്യമങ്ങളെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കണ്ടേ? അപ്പൊ അത് മനസ്സിലാകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു വിവാദം വന്നതുകൊണ്ട് തന്നെ കേരളത്തിലൊരു വലിയ വിഭാഗം ആളുകൾക്ക് എന്താണ് PM ശ്രീ എന്നും എത്ര തുച്ഛമായ തുകയാണ് PM ശ്രീ വഴി ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതെന്നും ആ തുച്ഛമായ തുക കൊടുത്തിട്ട് അവരെന്തൊക്കെ നിബന്ധനകളാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ സാധാരണക്കാരായ ജനങ്ങളും കൂടി പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മീഡിയാസ് പറയാൻ മടിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങളൊക്കെ സ്പ്രെഡായ ആളുകൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു കാര്യവും വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേരളം നിയമത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിലും മറ്റ് സമര രീതിയിലാണെങ്കിലും ഈ പറയുന്ന കേരളത്തിന് അർഹതപ്പെട്ട തുക മുഴുവൻ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്.